ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇന്ന് വന്നിരിക്കുന്നതിൻ്റെ ഈ വീഡിയോയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ KVS 2025 KVS എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു ഈ ഫെബ്രുവരി മാസം ഫസ്റ്റ് വീക്കോട് കൂടി KVSന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം അത് ആ ഫസ്റ്റ് വീക്ക് ഇപ്പോൾ കഴിഞ്ഞു അല്ലേ, ഏകദേശം കഴിയാറായി. ഇന്ന് 6-ാം തീയതി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിനെപ്പറ്റി KVS ഡയറക്ടറേറ്റിന് പറയാനുള്ള കാര്യം എന്നുള്ളതാണ്. അതൊരു അപ്ഡേറ്റ് അവർ തന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, KVSന്റെ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ചാനൽ കാണുകയും അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോയ്ക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. അതല്ലെങ്കിൽ മുകളിൽ കാണപ്പെടുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് വഴി ചോദിക്കാവുന്നതാണ്. അതുപോലെ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഷെയർ കൊടുക്കുകയും ചെയ്യുക. കൂടാതെ താല്പര്യമുള്ളവർ, ഇൻട്രസ്റ്റ് ഉള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇത്തരത്തിലുള്ള ടീച്ചിങ് വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അല്ലാതെ മറ്റ് UPSC PSC തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും അതിനെ തുടർന്നുണ്ടാകുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എക്സാം വിളിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കി എല്ലാ ഡീറ്റെയിലിംഗ് കാര്യങ്ങളും എല്ലാം ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ PSC കോഴ്സുകൾ, PSCയുടെ HSA പോലുള്ള കോഴ്സുകൾ, HSST പോലുള്ള കോഴ്സുകൾ, LP UP KTET പോലുള്ള കോഴ്സുകൾ, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ KVSന്റെ കോഴ്സ്, അതുപോലെ തന്നെ NBS, EMRS, DSSB, AES, AEES എന്നാണ്, പിന്നെ CTET, ഇങ്ങനെയുള്ള കോഴ്സുകളെല്ലാം അവൈലബിൾ ആണ്. ഇതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവരും ഒക്കെ ഇതിൽ വിളിച്ച് ചോദിക്കാം. അല്ലെങ്കിൽ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിന്റെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ബാച്ചുകൾ KVSന്റെ ബാച്ചും അതുപോലെ തന്നെ CTET ബാച്ചുമാണ്. അപ്പൊ അതിന് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ അറിയിക്കാവുന്നതാണ്. പിന്നെ ഇപ്പം നമ്മുടെ ക്ലാസ് തുടങ്ങുകയും സ്റ്റാർട്ട് ചെയ്യുകയും ക്ലാസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടില്ല. RRB ടീച്ചറിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഏറ്റവും കുറഞ്ഞ ഫീസ് നമ്മുടെ സെക്കൻഡ് ബാച്ചിന് കൊടുത്തിരിക്കുന്നു. 599 എന്ന് പറയുന്ന ഫീസാണ്. ഓക്കെ, അത് ഉപയോഗിച്ചു ആ ഫീസ് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ക്ലാസ് ഫുള്ള് ലൈവ് ക്ലാസ് ആണ്. ലൈവ് പ്ലസ് റെക്കോർഡ് പ്ലസ് നമ്മുടെ PDF നോട്ട്സുകളും സ്റ്റഡി മെറ്റീരിയൽസുകളും PYQ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതേപോലെ തന്നെയാണ് HSA നാച്ചുറൽ സയൻസിന്റെ ബാച്ചിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതും കോഴ്സ് ഇതേപോലെ തന്നെ 999 ആണ് നമ്മുടെ കോഴ്സ് ഫീ എന്ന് പറയുന്നത്, 999 രൂപ. അതുപോലെ LP UP ലോങ് ടേം ബാച്ചിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഫീസ് 299 ആണ്. ഫീസ് ഇല്ല, ഉള്ളി അഡ്മിഷൻ ഫീസ് മാത്രമേ ഉള്ളൂ, 299 ആണ്. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടും ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പർ 77 36 75 0473 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഈ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, KVS പറഞ്ഞിരിക്കുന്നത് ഇൻ കണ്ടിന്യൂഷൻ ഓഫ് നോട്ടിഫിക്കേഷൻ ഫയൽ നമ്പർ കൊടുത്തിട്ട് ഡേറ്റഡ് 19/12/2024 the revised tentative date period of the following activities hereby notified for the information of all concerned. അപ്പം ഡിസ്പ്ലേ ഓഫ് ടെൻഡേറ്റീവ് വേക്കൻസീസ് സെക്കൻഡ് ഓർ തേർഡ് വീക്ക് ഓഫ് April 2025. അതായത് അവർ 19-ാം തീയതി ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിരുന്നു. അപ്രോക്സിമേറ്റ് എത്രത്തോളം വേക്കൻസികൾ വരും, റിവൈസർ നമ്മുടെ ക്വാളിഫിക്കേഷൻ റൂൾസ് എല്ലാം വെച്ചുകൊണ്ടുള്ള കാര്യം ഇറക്കിയിരുന്നു. അത് നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് ആയിട്ട് ഓരോന്നിന്റെയും PRTയുടെ എന്താണ്, ക്വാളിഫിക്കേഷൻ എന്താണ്, എത്ര പോസ്റ്റ് ഉണ്ട്, അങ്ങനെ PRT, TGT, PGT എല്ലാം, നോൺ ടീച്ചിങ്, ലൈബ്രറിയന്, ഫിസിക്കൽ എഡ്യൂക്കേഷന് സെപ്പറേറ്റ് വീഡിയോസ് ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചാനലിൽ KVS റെഗുലർ ടീച്ചർ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ കാണാവുന്നതാണ്. ഓക്കെ, കാർഡിൽ നമ്മൾ കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഇവരുടെ റിവൈസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അപ്പം സെക്കൻഡ് വീക്കിലും തേർഡ് വീക്കിലോ, ഈ ഫെബ്രുവരി സെക്കൻഡ് വീക്കിലോ തേർഡ് വീക്കിലോ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഓരോ പോസ്റ്റിനും. PRTക്ക് എത്ര വേക്കൻസി ഉണ്ട്,
എവിടെയെല്ലാം വേക്കൻസി ഉണ്ട്, അതുപോലെ തന്നെ TGTക്ക് ഓരോന്നിനും എത്ര വേക്കൻസി ഉണ്ട്, എവിടെയെല്ലാം ഉണ്ട്, അതുപോലെ തന്നെ PGTക്ക് എത്ര വേക്കൻസി എവിടെയെല്ലാം ഉണ്ട്, നോൺ ടീച്ചിങ് എത്ര വേക്കൻസി ഉണ്ട്. അത് നോൺ ടീച്ചിങ്ങിൽ വരുമ്പോൾ ലൈബ്രറിയന്, അതുപോലെ തന്നെ അതുപോലെ തന്നെ ഡ്രൈവർ, ഇങ്ങനെയൊക്കെ ഉള്ള പലതരത്തിലുള്ള പോസ്റ്റുകളുണ്ട്. അപ്പൊ ഇതിനൊക്കെ എത്രത്തോളം വേക്കൻസികൾ ഉണ്ട് എന്നുള്ള കാര്യവും എവിടെയൊക്കെ അപ്ലൈ ചെയ്യാന്നുള്ള കാര്യവും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ രണ്ടാമത്തെ വീക്കിലോ മൂന്നാമത്തെ വീക്കിലോ കറക്റ്റ് അവർ ഇടുമെന്നാണ് പറയുന്നത്, ഇഷ്യൂ ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫെബ്രുവരി ലാസ്റ്റ് വീക്കോടുകൂടി, അവസാന ആഴ്ചയോടുകൂടി എന്തായാലും നമ്മുടെ KVS നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സാഹചര്യം എല്ലാം ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിന് തയ്യാറെടുത്തിരിക്കുന്നവര്, പഠിക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളവരൊക്കെ അത് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഒരു ഹെൽപ്പോട് കൂടി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാം. അതിനുള്ള കാര്യങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളെ അറിയിക്കാനുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അതിന് തയ്യാറായിക്കൊള്ളുക. ഇനി നമുക്കറിയാം ഇതിന്റെ എന്താ പറയാ, ഫീസ് ഉണ്ട്. ഫീസ് കൊടുത്താണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഏജ് ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലേ. PRT പ്രൈമറി ടീച്ചറിന് 30 വയസ്സ്, TGTക്ക് 35 വയസ്സ്, PGTക്ക് 40 വയസ്സാണ്. ജനറൽ കാറ്റഗറിയാണ് ഈ പറയുന്നത്. ഇതില് സ്ത്രീകളാണെങ്കിൽ 10 വർഷം ഇളവുണ്ടായിരിക്കും, പ്ലസ് OBCക്ക് 3 വർഷവും SC/STക്ക് 5 വർഷവും. അങ്ങനെ OBCയെ സംബന്ധിച്ചിടത്തോളം 13 വർഷവും സ്ത്രീകൾക്ക്, SC/STയെ സംബന്ധിച്ചിടത്തോളം 15 വർഷവും സ്ത്രീകൾക്ക് കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും ഏജ് ഓവർ, PSC എഴുതാൻ ഏജ് ഓവർ ആയിട്ടൊക്കെ ഇരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. മസ്റ്റായിട്ട് PRTക്കും TGTക്കും CTET മാൻഡേറ്ററി ആണ്, നിർബന്ധമാണ്. TGTക്ക് CTET 2ഉം PRTക്ക് CTET 1 വേണം. PRTക്ക് CTET 1 വേണം. എന്നാൽ PGT പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ എഴുതുന്നതിന് എന്ത് വേണ്ട, CTET വേണ്ട. ഒൺലി PG പ്ലസ് BEd മതി. PGക്കും ഒൺലി PG പ്ലസ് BEd ആണ് PGTയുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ഇപ്പൊ PG പ്ലസ് BEd 50% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. വയസ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് നോക്കുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് തയ്യാറായിരിക്കുക. ഓക്കെ, ഇത്രയും കാര്യം. ഇതിനെപ്പറ്റിയുള്ള ബാക്കിയുള്ള ഈ ഏജ് ക്ലാസിഫിക്കേഷൻസ്, മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിലിംഗ് ആയിട്ട് പല വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനൽ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഈ പ്ലേലിസ്റ്റിൽ തന്നെ KV ടീച്ചർ റെഗുലർ എന്ന് പറയുന്ന ഈ പ്ലേലിസ്റ്റ് തന്നെ അതിനുള്ള ഓരോ വീഡിയോസും ഡീറ്റെയിൽഡ് ക്വാളിഫിക്കേഷനും ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വിളിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് വാട്സാപ്പിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിലോ ഒക്കെ ചോദിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്ന നിലയ്ക്ക് കമന്റോ ലൈക്കോ ഒക്കെ ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.